നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. ബ്രസീൽ ടീമിൻ്റെ കാര്യത്തിൽ കോച്ച് കാർലോ അഞ്ചലോട്ടി ഇതുവരെ ഫസ്റ്റ് 11 ഒരു തീരുമാനമായിട്ടില്ലേ എന്ന സംശയമാണ് ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ കാണുമ്പോൾ തോന്നുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലിക്ക് പരിക്ക് പറ്റിയതാണ് അവർക്ക് തിരിച്ചടിയായത്. അതുവരെ കാര്യങ്ങളൊക്കെ സ്മൂത്താക്കി റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു കോച്ച്. അപ്പോൾ വെസ്ലിയെ ഡ്രോപ്പ് ചെയ്ത് പകരം എഡേഴ്സനെയാണല്ലോ ടീമിലേക്ക് എടുത്തത്. എഡേഴ്സൺ മിഡ്ഫീൽഡറാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ ട്രെയിനിങ് സെഷനിൽ എഡേഴ്സനെ റൈറ്റ് ബാക്ക് ആക്കിയിട്ട് കോച്ച് പരീക്ഷിക്കുന്നു. എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്നാൽ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന ചില വിവരങ്ങളുണ്ട്. നമ്മൾ അത് വെച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അവർ പറയുന്നത് വേൾഡ് കപ്പിൻ്റെ ബ്രസീലിൻ്റെ മത്സരം ഇനിയിപ്പോൾ നമുക്കറിയാലോ 13-ാം തീയതിയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ 14-ാം തീയതി പുലർച്ചെ 3:30. അപ്പോൾ ഒരു 2-3 ദിവസം. ആ അവസാന ദിവസങ്ങളിൽ പോലും കാർലോ അഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാർലോ അഞ്ചലോട്ടി എഡേഴ്സിനെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പരീക്ഷിക്കുകയുണ്ടായി. ഏതായാലും അദ്ദേഹം ആ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. കോച്ച് പിന്നീട് ഇബാനസ്, ഡാനിലോ തുടങ്ങിയവരെ അതേ പൊസിഷനിൽ, അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ പിന്നീട് ട്രെയിനിങ് പുരോഗമിക്കവേ പരീക്ഷിക്കുകയുണ്ടായി. ഏതായാലും ലൈനപ്പ് ഇതുവരെ പൂർണ്ണമായിട്ടും തീരുമാനമായിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നാണ് ഗ്ലോബോയും UOL എസ്പോർട്ടിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ എഡേഴ്സിനെ ഇനിയിപ്പോൾ അവിടെ ആ പൊസിഷനിൽ ഇറക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ കരുതണം. കോച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റു കോമ്പിനേഷനുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷണമായിരിക്കണം. മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലാണ് മാത്യൂസ് കുഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കും സ്ട്രൈക്കറായിട്ട് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബ്രസീലിലൊരു പ്രോബബിൾ ലൈനപ്പ് ഇപ്പോൾ ഗ്ലോബോ പുറത്തുവിടുന്നത് എങ്ങനെയാണ്: ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ, ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും മാർക്കിനോസും, സെൻട്രൽ ബാക്കുമാരായിട്ട് അലക്സാൻഡ്രോയും അതുപോലെ ഡാനിലോയും ഇരുപാർശ്വങ്ങളിൽ. അതായിരിക്കും ആരാധകർക്ക് ഒരു ചെറിയ ആശങ്കയുണ്ടാക്കുന്ന പൊസിഷന്. ദെൻ കാസമിറോയും ബ്രൂണോ ഗുയിമാറസും മധ്യനിരയിലും, ഒപ്പം ലൂക്കാസ് പക്വേറ്റയെ കൂടി കളിപ്പിക്കും. പിന്നെ റാഫീഞ്ഞയും വിനിയും ഇരു പാർശ്വങ്ങളിൽ, മാത്യൂസ് കുഞ്ഞ ഗോളടിക്കാൻ. ഇതാണ് കുഞ്ഞ എത്രത്തോളം ഗോളടിക്കുന്നത് കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കളി രീതി. അങ്ങനെയാണ്. പിന്നെ കളി പുരോഗമിക്കവേ രണ്ടാം പകുതിയിലേക്ക് ഇഗോർ തിയാഗോയോ എൻട്രിക്കോ ഒക്കെ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും സ്റ്റിൽ അൺഡിഫൈൻഡ് ആണ് ബ്രസീലിൻ്റെ ആദ്യ കളിക്കുള്ള സ്റ്റാർട്ടിംഗ് 11 എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.